എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. എന്റെ അവയവങ്ങളിൽ പോരാടുന്ന ഒരു പ്രമാണം കാണുന്നു. വായിക്കാൻ. അതിന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി. പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അടുത്ത് വിളിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. പാപ പ്രമാണം എന്നെ കെട്ടി ബദ്ധനാക്കി വച്ചിരിക്കുന്നു. പക്ഷെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്, രക്ഷപ്പെടാൻ ഞാൻ ശ്രമിക്കുന്നു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ അരിഷ്ട മനുഷ്യൻ. പക്ഷെ ഈ മരണത്തിന് അധീനമായി കെട്ടിവച്ചിരിക്കുന്ന ഈ അവയവങ്ങളെ ചുറ്റിക്കെട്ടി വച്ചിരിക്കുന്ന ഈ ബന്ധനത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? എന്നെ ആര് വിടുവിക്കും? മാറ്റാൻ കഴിയാത്ത മദ്യപാനത്തിൽ നിന്ന് ആര് വിടുവിക്കും? മാറ്റാൻ കഴിയാത്ത ലഹരിയിൽ നിന്ന് ആര് വിടുവിക്കും? ഞാൻ വിട്ടിട്ട് എന്നെ വിടാത്ത പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും? എൻ്റെ അവയവങ്ങളെല്ലാം പാപത്തിന്റെ പ്രമാണം ബദ്ധനാക്കി വച്ചിരിക്കുന്നു, കെട്ടിവച്ചിരിക്കുന്നു. എനിക്ക് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ആർ വിടുവിക്കും? വിടുവിക്കാൻ ശക്തിമാൻ ആരുമില്ല. പക്ഷെ ഇവിടെ പറയുന്നു, വിടുവിക്കുവാൻ ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. കൈകളെ തട്ടി എല്ലാവരും സ്തുതിക്കേ. നിനക്ക് വിടാൻ കഴിയാത്ത പാപം, നിന്നെ ബന്ധിച്ചു വച്ചിരുന്ന പാപം, അവൻ നിനക്ക് മാറ്റാൻ കഴിയാത്ത പാപ സ്വഭാവം, നിന്റെ അവയവങ്ങളിൽ കെട്ടിയിരിക്കുന്ന കെട്ട്, അതിനെ തകർത്തെറിഞ്ഞ് നിന്നെ സ്വതന്ത്രനാക്കാൻ വേറെ ആർക്കും കഴിയുകയില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, വിടുവിക്കുവാൻ ഒരുവനുണ്ട്, കർത്താവായ യേശു ക്രിസ്തു.